ബാങ്ക് വീട് ജപ്തി ചെയ്തതോടെ അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ കുടുംബം. മലപ്പുറം ഐക്കരപ്പടി സ്വദേശി വിനോദും കുടുംബവുമാണ് പൂട്ടിയ വീടിന്റെ പൂമുഖത്ത് കഴിയുന്നത്. പ്രളയവും കോവിഡും ബിസിനസ് തകർത്തതോടെയാണ് വീടും സ്ഥാപനവും ജപ്തി ചെയ്തത്. വീടിന്റെ പൂമുഖമാണ് ഇപ്പോൾ ഏക ആശ്രയം. വീട്ടുമുറ്റത്ത് താൽക്കാലിക അടുക്കള. രാത്രിയായാൽ കിടത്തവും വീടിന്റെ മുൻവശത്ത് തന്നെ. 2018 വിനോദ് ചെറുകാവ് SBI ബാങ്കിൽ നിന്നും 25 ലക്ഷം രൂപ പ്രധാനമന്ത്രി സ്വയം തൊഴിൽ പദ്ധതി വഴി ലോൺ എടുത്തത്. പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽപ്പെട്ട ഇവർ ആയുർവേദ സ്ഥാപനം തുടങ്ങാനാണ് ലോൺ എടുത്തത്. കൃത്യമായി തുക തിരിച്ചടച്ചു വന്നു. എന്നാൽ പ്രളയവും കോവിഡും വന്നതോടെ വ്യവസായം പ്രതിസന്ധിയിലായി. തിരിച്ചടവും മുടങ്ങി. 13 ലക്ഷത്തോളം തിരിച്ചടച്ചെങ്കിലും ഇപ്പോൾ പലിശയടക്കം അത് 30 ലക്ഷത്തിനടുത്ത് എത്തി നിൽക്കുന്നുവെന്ന് വിനോദ് പറയുന്നു. ബാങ്ക് വീടും ഇവരുടെ സ്ഥാപനവും ജപ്തി ചെയ്തു. കോടതി വഴിയായിരുന്നു ബാങ്കിന്റെ നടപടി. നമ്മൾ അത് എടുത്ത് 3 വർഷം കറക്റ്റ് സബ്സിഡി മേടിച്ച് 13 ലക്ഷം നമ്മൾ അടച്ചാണ്. ബാക്കി 14 ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്നത് 14 ലക്ഷമാണ് ഒരു പലിശ ഇട്ട്. 13 ലക്ഷം മുതലും എന്നിട്ട് 27 ലക്ഷം അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും അത് 2 ഡോക്യുമെൻറ്റ്സും വീടിൻ്റെ ആധാരവും കമ്പനി 2 സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. ആ രണ്ടും ഒരു ജപ്തി ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ 1 മാസം കൂടി വേണമെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർക്ക് അതുപോലും ചെയ്യാതെ ഒരു പെട്ടെന്ന് ആ ഒഴിവ് സമയത്ത് റിപ്പോർട്ട് ഉണ്ടാക്കിയാണ് നമുക്ക് ഇത് പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ അന്ന് ജപ്തി ചെയ്യണം, അന്ന് രാവിലെ പോയിട്ട് അടക്കാൻ ഞാൻ മാനേജറെ കരഞ്ഞ് പറയണേ ഇത് ചെയ്യരുത്. അമ്മയും സഹോദരനും സഹോദരന്റെ ഭാര്യയും അടങ്ങുന്നതാണ് കുടുംബം. വീട്ടിലെ വൈദ്യുതിയും വെള്ളത്തിന്റെ കണക്ഷനും വിച്ഛേദിച്ചു. രാത്രി ഇവിടെ കിടക്കണ നമുക്ക് ഭയങ്കര വിഷമം. ഫാനുണ്ടായിട്ട് ഫാനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവരൊക്കെ ഫീസൊക്കെ വരിന്നെ കറണ്ട് വേണ്ടാർന്ന് ഒക്കെ കട്ടിലും കിടക്കൊക്കെ അതിലുണ്ട്. അതൊന്നും എടുത്ത് നമുക്ക് പുറത്തേക്ക് ഇടാൻ പറ്റില്ലോ. പുറത്തേക്ക് ഇട്ടിട്ട് കാര്യമില്ല, ഞങ്ങളൊന്നും എടുത്തിട്ടില്ല. മുന്നിലുള്ള വഴികളെല്ലാം അടഞ്ഞതോടെ ഇനി എന്തെന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. 24 മലപ്പുറം.